ഹായ് വെൽക്കം ടു സി സി ബാങ്ക്. സി സി ബാങ്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മളെ CSEBയുടെ പരീക്ഷ ഇതാ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള സമയത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടി കഴിഞ്ഞ കുറച്ച് CSEB എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് PYQs കൃത്യമായിട്ട് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ട് പഠിച്ചാൽ മാത്രമേ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ചോദ്യങ്ങളിൽ നിന്നും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളും അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. സോ കൃത്യമായിട്ട് നമ്മൾ ആ എക്സാമിന് വേണ്ടി ഓരോ എക്സാമിനും ഊന്നി പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും അതായത് ബോർഡറിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ കട്ട് ഓഫിന് മുകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിനി കഴിഞ്ഞ കുറച്ച് PYQs അതായത് കഴിഞ്ഞ കുറച്ച് എക്സാമിന് നടന്ന PYQs ആണ് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യമാണ് ദി റൂള് ഡെബിറ്റ് വാസ് കംസ് ഇൻ ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് ഈസ് കൺസേൺഡ് വിത്ത് എ. വളരെ എളുപ്പത്തിലുള്ള ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ് ലെവലുള്ള ചോദ്യമാണ്. കാരണം അക്കൗണ്ടൻസി എന്നൊരു സബ്ജക്റ്റ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ തീരെ മറക്കാത്ത, ഞാൻ പറയുകയാണെങ്കിൽ ഉറക്കത്തിലും കൂടി ചോദിച്ചാലോ ഞെട്ടി എണീച്ച് പറയേണ്ട ഒരു റൂളാണ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ്. ഏത് അക്കൗണ്ട്? പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് അല്ലേ, ഈ മൂന്നിൻ്റെയും. സോ ഇവിടെ ഒരു റൂള് ചോദിച്ചു. ഇത് രണ്ട് തരത്തിൽ ചോദിക്കാം. ഇപ്പം എന്താ ചോദിച്ചത്? റൂളാണ് ചോദിച്ചത്. റൂള് ചോദിച്ചിട്ട് അത് ഏത് അക്കൗണ്ട് ആണെന്ന് പറയണം. അതല്ലെങ്കിൽ ചിലപ്പം അക്കൗണ്ട് ചോദിച്ചിട്ട് റൂളും ചോദിക്കാം. അതായത് അക്കൗണ്ട് ഇവിടെ പറയും, റൂള് ഓപ്ഷനായിട്ട് ചോദിക്കാം. ഇങ്ങനെയും ചോദിക്കാം. സോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ അക്കൗണ്ട് നമ്മൾ കൃത്യമായി പഠിക്കണം, റൂളും നമ്മൾ കൃത്യമായി പഠിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ഇവിടെ 4 തരത്തിലുള്ള അക്കൗണ്ടുകളെ പറ്റി തന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് എന്തേ ഉള്ളൂ? 3 ഉള്ളൂ. 4 അഡീഷണലാണ് അല്ലേ. ഏതൊക്കെയാണ്? നോമിനൽ അക്കൗണ്ട് ഉണ്ട്, റിയൽ അക്കൗണ്ട് ഉണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, ടാഞ്ചിബിൾ അക്കൗണ്ട് ഉണ്ട്. 4 ഉണ്ട്. നോക്കാം. ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വന്നിട്ടുണ്ടാവും. എന്താണ്? ഡെബിറ്റ് വാസ് കംസ് ഇൻ ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. ഇതാണ്. നോക്കാം നമുക്ക് ആൻസർ ആയിട്ട് ഏതാ വരിക എന്നുള്ളത്. യെസ്, ഏതാണ്? റിയൽ അക്കൗണ്ട് ആണ് വരിക അല്ലെ. ഏതാണ്? റിയൽ അക്കൗണ്ട് ആണ് വരിക. അപ്പൊ നമുക്ക് ഈ 3 അക്കൗണ്ടിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. 3 അക്കൗണ്ടുകളെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. എന്താണ്? ആദ്യം ടൈപ്പ് ഓഫ് അക്കൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഗോൾഡൻ റൂളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടേബിൾ ആയിട്ടാണ് എന്ത് ചെയ്തത് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ഒരു ടേബിൾ ആയിട്ട്. ആദ്യത്തെ ഏതാണ്? ആദ്യത്തെ ഒന്നാമത്തെ പേഴ്സണൽ അക്കൗണ്ട് ആണ് അല്ലെ. പേഴ്സണൽ അക്കൗണ്ട് വരുമ്പോൾ അവിടെ എന്ത് വരും? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ അല്ലെ. ഏതാണ്? ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ അവിടെ വരും. എക്സാമ്പിൾ എന്താ? പെയ്ഡ് ടു 5,000 ടു റാം അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നിങ്ങനെ എന്ത് വരും? ഡെബിറ്റ് ദ റിസീവറും ക്രെഡിറ്റ് ദ ഗിവറും വരും. അടുത്തത് റിയൽ അക്കൗണ്ട്. എന്താ? ഡെബിറ്റ് വാസ് കംസ് ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. പ്രധാനമായിട്ട് നമ്മൾ അസറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ റിയൽ അക്കൗണ്ട് പറയുക അല്ലെ. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത നോമിനൽ അക്കൗണ്ട് ആണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. നമ്മൾ സാലറി ഒക്കെ നമ്മൾ എവിടെയാ പറയുക? നോമിനൽ അക്കൗണ്ടിന്റെ കേസിലാണ് പറയുക. അപ്പോൾ ഈ ഒരു ടേബിൾ, ഈ ഒരു അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂള്, പിന്നെ അതിന്റെ ഒരു എക്സാമ്പിള് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എക്സാമിന്, കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടെ ഉണ്ട്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ദി ഡാഷ് മെത്തേഡ് റെക്കഗ്നൈസ് റവന്യൂ വെൻ ദേ ആർ ഏൺഡ് ആൻഡ് എക്സ്പെൻസ് വെൻ ദേ ആർ ഇൻകേർഡ്. ഇതാണ് ഇവിടെ ചോദ്യം. ക്യാഷ് അക്കൗണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അക്രൂറൽ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താ? റെക്കഗ്നൈസ് റവന്യൂ വെൻ ദേ ആർ ഏൺഡ് ആൻഡ് എക്സ്പെൻസ് വെൻ ദേ ആർ ഇൻകേർഡ്. ഏൺഡ് ആണ്, ഇൻകേർഡ് ആണ്. 2 വാക്ക് പഠിച്ചാൽ ഇത് നമുക്ക് നമ്മളെ അക്കൗണ്ടിങ് കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നോക്കുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ആൻസർ? ഒരു ആൻസർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോവാം. ആൻസർ ഏതാ വരിക? യെസ്, അക്രൂറൽ അക്കൗണ്ടിങ് ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ഏതാണ്? അക്രൂറൽ അക്കൗണ്ടിങ് ആണ്. എന്താണ് ഈ അക്രൂറൽ അക്കൗണ്ടിങ്? നോക്കട്ടെ, നോക്കാം. അണ്ടർ ദി അക്രൂറൽ അക്കൗണ്ടിങ് മെത്തേഡ് റവന്യൂ ആർ റെക്കഗ്നൈസ്ഡ് വെൻ ദേ ആർ ഏൺഡ്. റവന്യൂ അവിടെ എന്ത് ചെയ്യുന്ന? ഏൺ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുക? അവിടെ റെക്കഗ്നൈസ് ചെയ്യുക, റിഗാർഡ്ലെസ് ഓഫ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. അല്ലാതെ ക്യാഷ് കിട്ടുന്ന സമയത്തല്ല. ഇപ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് റവന്യൂ ഏൺ ചെയ്തത്, സെപ്റ്റംബർ 5-ാം തീയതിയാണ് ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഓഗസ്റ്റ് 1-ാം തീയതി തന്നെ നമ്മൾ എന്ത് റവന്യൂ ഏൺ ചെയ്ത സമയത്ത് അങ്ങനെ രേഖപ്പെടുത്താറുണ്ട്. പിന്നെ എക്സ്പെൻസ് ആർ റെക്കഗ്നൈസ്ഡ് വെൻ ദേ ആർ ഇൻകേർഡ്. എവിടെയാണ്? ഇൻകേർഡ് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസ് നമ്മൾ എഴുതും, അല്ലാതെ വെൻ ക്യാഷ് ഈസ് പെയ്ഡ് അല്ല. സോ അത്തരത്തിൽ എന്തുണ്ട്? ഇവർ രണ്ട് തമ്മിലും അക്രൂവൽ അക്കൗണ്ടിങ് ആകുമ്പോൾ അത്തരത്തിലൊരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് വിത്ത് എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് റിലേറ്റഡ് ടു. എന്താണ്? അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് അതേപോലെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഏതായിരിക്കും വരിക?
പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ്. പിന്നെ അതെന്ത് ചെയ്യുന്നു? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അപ്പൊ ഏത് വരും അവിടെ? ഏതാ വരിക? യെസ്, ഏതാണ് വരിക? ലിവറേജ് ആണ് ആൻസർ വരിക അല്ലെ? ഏതാണ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ഏത് വരുന്നു? ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജിനെ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് അവിടെ ആൻസർ വരുന്നത്. നോക്കൂ, ചേഞ്ച് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ആണ് ഇവിടെ വരിക ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് വരിക അല്ലെ? നോക്കിയേ, അതാണ് എന്റെ കാൽക്കുലേഷൻ മെത്തേഡ്. നോക്കൂ, ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് റിസൾട്ടിങ് ഫ്രം ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അതിന് പറയുന്ന പേരെന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നാണ് അതിന് പറയാം. ഓക്കെ, അടുത്ത് നോക്കാം. ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയർ ഓഫ് റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ. അതായത് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഡാറ്റ എൻട്രി, റെക്കോർഡിംഗ്, പോസ്റ്റിംഗ്, ജേർണലൈസിംഗ്. ഇതായിരിക്കും വരിക. ഈസിയുള്ള ചോദ്യമാണ്. യെസ്, ഏതാണ്? അതിന് പറയുന്ന പേരെന്താണ്? യെസ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിംഗ് പ്രോസസ് ആഫ്റ്റർ ഐഡന്റിഫൈങ് എ ട്രാൻസാക്ഷൻ ഈസ് ജേർണലൈസിംഗ് അല്ലെ? ആദ്യമായിട്ട് ഏതാ വരിക? ജേർണലൈസിംഗ് എന്നാണ് അവിടെ വരിക അല്ലെ? ട്രാൻസാക്ഷൻ ബേസ് നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് ട്രാൻസാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ജേർണലിൽ രേഖപ്പെടുത്തുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ജേർണലൈസിംഗ്. ദെൻ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഇൻ ടു ജേർണൽ, അതും കൂടി അതിന്റെ പറയുന്ന പേരാണ് എന്ത്? ജേർണലൈസിംഗ് എന്ന് പറയുന്നത്, അല്ലെ? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. നമുക്ക് നോക്കാം അവിടെ ഏതൊക്കെയാണ് സ്റ്റെപ്പുകൾ എന്നുള്ളത്. ഓക്കെ, ഐഡന്റിഫൈ ദ ട്രാൻസാക്ഷൻ. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. പിന്നീടോ ജേർണലൈസിംഗ്. പിന്നീട് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, അതിനെ പറയുന്ന പേര് പോസ്റ്റിംഗ്. ദെൻ പ്രിപ്പയർ ട്രയൽ ബാലൻസ് ആൻഡ് ഫൈനൽ അക്കൗണ്ട് അല്ലെ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും ആദ്യമായി ഇതല്ലേ എന്ന്. പക്ഷേ നമ്മൾ ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു പുസ്തകത്തിലേക്ക്, ഒറിജിനൽ എൻട്രിയിലേക്ക്, അക്കൗണ്ടിങ്ങിലേക്ക് എഴുതുന്നത് എവിടെ തന്നെയാണ്? ജേർണലൈസിംഗ് തന്നെയാണ് അല്ലെ? അക്കൗണ്ടിങ്ങിലേക്ക് എഴുതുന്നത് എവിടെയാണ്? ജേർണലൈസിംഗ് ആണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? വ്യത്യാസം വരുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ഡാഷ് ഈസ് ഓഫ്റ്റൻ യൂസ്ഡ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ടു സെക്യൂർ പേയ്മെന്റ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് ആക്ടിങ് ആസ് എ ലീഗൽ ഇൻസ്ട്രുമെന്റ്. ഒരു ലീഗൽ ഇൻസ്ട്രുമെന്റ് ആണ്. എന്തിന് സഹായിക്കുന്നുണ്ട്? അതായത് ഇന്റർനാഷണൽ ട്രേഡിൽ നമുക്കൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് സഹായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സെക്യൂർ പേയ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സ് ആൻഡ് സർവീസിന്റെ സെക്യൂർ പേയ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതൊരു സഹായിക്കുന്നുണ്ട്. ആ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ലീഗൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട്. അപ്പൊ ഇവിടെ വായിച്ചു നോക്കുമ്പോൾ ലീഗൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ അവിടെ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളൂ അല്ലേ? ഏതാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് അവിടെ വരിക. ലീഗൽ ഇൻസ്ട്രുമെന്റ് ഏതാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എങ്ങനെയായിരിക്കാം ബിൽ ഓഫ് എക്സ്ചേഞ്ച് വന്നിട്ടുണ്ടാവുക? നോക്കട്ടെ. യെസ്, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ ലീഗൽ ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ലെ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ലീഗൽ ആണ്, കൂടാതെ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. കോമൺലി യൂസ്ഡ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. എവിടെ? ഇന്റർനാഷണൽ ട്രേഡിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ഈസ് എ റിട്ടൺ ഓർഡർ ബൈ ദ സെല്ലർ. അതായത് ഒരു റിട്ടേൺ ഓർഡർ ആണ്. ആരുടേത്? സെല്ലറുടേത് അല്ലെങ്കിൽ ഡ്രോയർ. ഡയറക്റ്റിംഗ് ടു ദ ബയർ, ബയർ അല്ലെങ്കിൽ ആര്? ഡ്രോയി, ടു പേ എ സ്പെസിഫൈഡ് എമൗണ്ട് ഐദർ ഓർ ഡിമാൻഡ് ഓർ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് അല്ലെ? ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്കുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എമൗണ്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിമാൻഡോ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു സെക്യൂർ പേയ്മെന്റ് ഫോർ ഗുഡ്സ് ഓർ സർവീസ് അല്ലെ? ഗുഡ്സിന്റെയും സർവീസിന്റെയും കേസിൽ അവിടെ എന്ത്? ഒരു സെക്യൂർ ആയിട്ടുള്ള പേയ്മെന്റിന് അവിടെ എന്ത് സഹായിക്കുന്നുണ്ട്? നമ്മളെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സഹായിക്കുന്നുണ്ട് അല്ലെ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. നമുക്കറിയാം നമ്മളെ CSE പരീക്ഷ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളിലൂടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അവസാനത്തെ ആൾക്കും കൂടി ഇപ്പൊ അടുത്താണ് ജോലി കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മൾ കൂടെ ജോലിയിലേക്ക് എത്തുമ്പോൾ അവരുടെ പുഞ്ചിരിയിൽ ഒരു ഭാഗമാകാൻ കഴിയുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ പുതിയ ബാച്ചിലോട്ട് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട്, ലൈവ് ക്ലാസ്സുകൾ, എക്സാമുകൾ, PDF നോട്ടുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മൾ CSEBയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രയാണ്? നമ്മളെ 3 മന്ത് അല്ലെ? CSEBയുടെ 3 മന്ത് ബാച്ചാണ്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ ബോർഡ് നമ്പർ ആയ 89 21 44 05 80 എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വരുന്ന ദിവസം അടുത്ത കുറച്ച് PYQs അല്ലെ? അടുത്ത ദിവസം കുറച്ച് PYQs വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.